എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡി ബാഗ് കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രം മീഷോ ആൻഡ് ആമസോൺ രണ്ടൊന്നും കൂടിയാണ് ചെയ്യുന്നത്. അധിക പ്രൊഡക്റ്റും മീഷോ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അധികം ടോട്ട് ബാഗ്സ് ആൻഡ് സ്ലിംഗ് ബാഗ്സ് ആണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ബാഗിനോട് കുറച്ച് ക്രേസ് കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അധികം ടോട്ട് ബാഗിനോടാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാഗാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് കാണുന്നവർക്ക് എന്തായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മീഷോ പർച്ചേസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവർക്കും മീഷോ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് എല്ലാ പ്രൊഡക്റ്റും തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാഗ് വന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും കാറ്റലോഗിൽ കൊടുത്തിട്ടുള്ള പിക്ചറും കൂടി സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെയാണോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ബാഗ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് ഒരു ക്രീം ആൻഡ് ബീച്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ഡ്രസ്സസിൻ്റെ കൂടി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണിത്. സ്ട്രാപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ട്രാപ്പ് കാണാനായിട്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. എന്തായാലും നമുക്ക് ഔട്ടർ പോർഷൻ വന്നിട്ട് പിയു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതൊരു ബാക്കിൽ വന്നിട്ടൊരു ചെറിയൊരു സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ പൈസ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞി കമ്പാർട്ട്മെന്റ് ആണ്. നല്ല സിപ്പൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സിപ്പാട്ടോ വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ ടൈപ്പിലാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റിൽ തന്നെ ഇവിടെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒറ്റൊരു വലിയ കമ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ചെറിയൊരു സിപ്പ് പോക്കറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലത്തെ മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ബ്ലാക്കും കൂടി അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിയ ടൈമിൽ 345 രൂപയ്ക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ സ്മാർട്ട് കോയിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റേറ്റ് 364 കാണിക്കുന്നത്. സ്വന്തമായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ടോട്ട് ബാഗാണ്. ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ള ബാഗാണ്. സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബാഗ് കയ്യിൽ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ബാഗൊക്കെ മീഷോയിൽ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നല്ല ടോട്ട് ബാഗൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ. എന്തായിട്ടും നല്ലൊരു ബാഗാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ 2 ഷെയ്ഡ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വൈറ്റും പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എന്താ അറിയില്ല, വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാഗ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ബാഗ്സിൽ ഏത് കളറിനോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതൊരു ചെക്ക് പാറ്റേണിലായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ടോട്ട് ബാഗാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കവറൊന്നും ഊരിയിട്ടില്ല. അങ്ങനെ തന്നെ കാണിച്ചു തരാം കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ടർ പോർഷനിൽ വന്നിട്ട് ഒരു സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സിപ്പൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലത്തെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ടോട്ട് ബാഗാണ്. നല്ലൊരു ക്ലാസി ലുക്ക് തരുന്ന ഒരു ബാഗാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഈ ഒരു ബാഗ് വന്നിട്ട് ഓഫീസ് പർപ്പസിലേക്കും അതുപോലെ തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. എസ്പെഷ്യലി വന്നിട്ട് മോംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന ടൈമിൽ എന്തായാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. 2 കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം.
സിപ്പ് ക്വാളിറ്റി ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും കവറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഉള്ളിൽ. അത്യാവശ്യം നല്ല സ്പേസിലാണ് വന്നിട്ടുള്ളത്. രണ്ട് കമ്പാർട്ട്മെൻറ്റും നല്ല സ്പേസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. എന്താ പറയുക, ഇനിയിപ്പോൾ കനല്ല സാധനങ്ങൾ വെച്ചാൽ തന്നെ ഇത് പൊട്ടിപ്പോകാനൊന്നും ചാൻസ് ഇല്ല. അത്രക്കും നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ പോർഷൻ ഇതെങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അണ്ടർ 500 ആണ് കേട്ടോ. വെറും 446 രൂപയെ ഈ ഒരു ബാഗിന് വരുന്നുള്ളൂ. ഈ ഒരു റേറ്റിന് എന്തായിട്ടും മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്തായാലും ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു ബാഗിനെ കുറിച്ച് പറയാനുള്ളത്. മീഷോയിൽ ഗോൾഡ് ലിസ്റ്റിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല റിവ്യൂസും റേറ്റിംഗും ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് അടുത്ത പ്രൊഡക്റ്റ്. സോ നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ്. സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വേറെയും 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ബാഗ് വന്നിട്ട് നമുക്ക് ഓഫീസ് പർപ്പസിലേക്കും ഔട്ടിങ് അങ്ങനത്തെ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഔട്ടർ പോർഷൻ വന്നിട്ടുള്ളത് പ്യൂർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബാഗിൽ വന്നിട്ട് സിബ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ബട്ടൺ ടൈപ്പിലാണ് ഈ ഒരു ബാഗ് വന്നിട്ടുള്ളത്. ഉള്ളിൽ അത്യാവശ്യം നല്ലോണം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറി ചെയ്യാം. നമുക്ക് പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. ജസ്റ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. നിങ്ങൾത്തെ സിമ്പിൾ ബാഗ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 346 രൂപയാണ് കേട്ടോ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിട്ടും നല്ല അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ വേറെയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു ബാഗിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ മീഷോ ഒന്ന് വാങ്ങിയിട്ടുള്ള ഇന്നത്തെ ലാസ്റ്റ് ബാഗ് വന്നിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ കാണിക്കുന്നത്. വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പിങ്ക് കളറിലൊരു ഹാർട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബാഗ് കാണാനായിട്ട്. സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ വേറെയും 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഒരു പിങ്കും അതുപോലെ തന്നെ ബ്ലാക്കും കൂടി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങനെ ഒരു റിബൺ കൂടിയും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു ഷോക്ക് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിബനാണ്. ഞാനൊരു പിക്ചർ കണ്ടപ്പോൾ പിങ്ക് കളറിലുള്ള റിബന് പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ ഇതൊരു ഗ്രീനും വൈറ്റും കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് PU മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ബട്ടൺ ടൈപ്പിലാണ് ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഗ് വന്നിട്ട് ഒറ്റ കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പത്തിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുന്ന ടൈമിലൊക്കെ ഫോണ്, പൈസ, കാർഡ്സ് അങ്ങനെയൊക്കെ കെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് സ്ലിംഗ് ബാഗാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 296 രൂപയാണ്. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും നല്ല വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു ബാഗിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. സോ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ബാഗ് നോക്കിയാലോ. ഈ ഒരു ബാഗ് കാണിക്കാൻ എനിക്ക് നല്ല ആകാംക്ഷ ഉണ്ട്. ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ബാഗ് ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ ആയിട്ട് ഞാൻ തപ്പി നടന്നൊരു ബാഗായിരുന്നു കേട്ടോ. ഫൈനലി ഈ ഒരു ബാഗ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ. സിമ്പിളായിരിക്കണം, കുറച്ച് വലിപ്പത്തിലും വരണം, പിന്നെ ആ ഒരു വൈറ്റും ബ്രൗൺ ആ ഒരു കളർ കോമ്പിനേഷനിൽ വരണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു തപ്പി നടന്നത്. ഞാൻ മിന്ത്രയിൽ നോക്കി, ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, മീഷോയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കളർ കോമ്പിനേഷനും ആ ഒരു ക്വാളിറ്റിയിലും എനിക്ക് എവിടെയും കിട്ടിയില്ല. ഉണ്ടായിരുന്നു, പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു 3000 അല്ലെങ്കിൽ 3500, 2000 ആ ഒരു റേഞ്ചിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തപ്പി നടന്നിട്ടോ. കുറേ ആയിട്ട് അങ്ങനെ നോക്കി അവസാനം ആമസോൺ തന്നെ ഞാൻ വാങ്ങി. എന്തായാലും ഈ ഒരു ബാഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലെവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ബാഗാണ്. പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ അവസാനം തപ്പി വാങ്ങിയിട്ടുള്ള ബാഗ്. ഈ ഒരു ബാഗ് നിങ്ങൾക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഈ ഒരു ബാഗ് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം.
എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 32 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ്. സ്ട്രാപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫോക്സ് ലെതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെതർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം എന്താ പറയുക, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നമുക്ക് ഈ ഒരു ടോട്ട് ബാഗ് വന്നിട്ട് നമുക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടി എല്ലാത്തിൻ്റെ കൂടി നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഒരു സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു കൈ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനുള്ള ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിപ്പ് ഓപ്പണിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ വന്നിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, നല്ല ക്വാളിറ്റിയിലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഇന്നർ പോർഷനിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇതിൻ്റെ ഉൾവശമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത്. അത്യാവശ്യം നല്ല സ്പേസ് വന്നിട്ടുള്ള ഒരു ബാഗാണ്. 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് കേട്ടോ. രണ്ടും വേറെ വേറെ കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഒരു വലിയ കമ്പാർട്ട്മെൻറ്റും പിന്നെ ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരു കുഞ്ഞി പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോക്കറ്റിൽ നമുക്ക് എന്താ പറയുക, കാർഡ്സ് അല്ലെങ്കിൽ ഫോണൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഞാനൊരു ഫോൺ ഇട്ട് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പോക്കറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു 2 കമ്പാർട്ട്മെൻറ്റിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് സിബ് വന്നിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ വലിയ കമ്പാർട്ട്മെൻറ്റ്സ് തന്നെ 3 കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല വലിപ്പത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ കെയർ ചെയ്യാം. ഇനിയിപ്പോൾ വെയിറ്റ് കെയർ ചെയ്താലും ഒന്നും പറ്റില്ല കേട്ടോ. അത്രക്കും ക്വാളിറ്റിയിലാണ് ഈ ഒരു ബാഗ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് സൈഡിൽ ഇങ്ങനെ സിബുള്ള ഒരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആയിക്കോട്ടെ, സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1149 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ കുറച്ച് റേറ്റിലൊക്കെ വാങ്ങാൻ വിചാരിക്കുന്നവർ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടാഗിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് വന്നിട്ട് 4699 രൂപയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. ആയാലും ഈ ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് റേറ്റ് വരുന്നുണ്ട്. അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടി പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് കുറച്ച് റേറ്റ് വരും. ലവി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോട്ട് ബാഗുകളും ആമസോണിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു ബാഗിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇന്ന് കാണിച്ചിട്ടുള്ള ബാഗ്സിൽ നിങ്ങൾക്ക് ഏത് ബാഗാണ് കൂടുതൽ ഇഷ്ടമായത് അല്ലെങ്കിൽ കൂടുതൽ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഇനിയും അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.